ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള എള്ളുണ്ടയാണ്. എള്ളിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എള്ളുണ്ട വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. എന്നാൽ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എള്ളെടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് അളവിലാണ് എള്ള് എടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ വെള്ളമൊഴിച്ചൊരു 3-4 തവണ കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ അരിച്ചിട്ടാണ് ഞാൻ എള്ളിതിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മുഴുവനായും പാത്രത്തിലേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എള്ള് വറുത്തെടുക്കാനായി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാത്രം ചൂടായതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഒരിക്കലും എള്ള് വറുത്തെടുക്കരുത്. എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ എള്ളൊക്കെ ചെറുതായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എള്ളൊക്കെ പൊട്ടി പൊരിയായി വരിക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു പാകം ആവുന്നത് വരെയാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാനായി ഇതുപോലുള്ള 4 പീസ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ശർക്കരപ്പാനി ഒരു അരിപ്പയിലേക്കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ മുഴുവനായും ഇതുപോലെ ഒരു ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് തയ്യാറാക്കുന്ന ഈ എള്ളുണ്ടയ്ക്ക് അത്യാവശ്യം നല്ല മധുരമാണുള്ളത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇത്ര മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 2 പീസ് ശർക്കര ചേർത്താൽ മതി. ഇനി ശർക്കരപ്പാനി അല്പം ഒന്ന് കുറുകി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൻ്റെ കറക്റ്റ് പാകം അറിയാൻ വേണ്ടി ഇതുപോലെ വെള്ളത്തിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഉരുട്ടാൻ പറ്റണം. ഈ ഒരു പാകമായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കൈ ഉപയോഗിച്ച് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ തന്നെ ഇത് ഉരുളകളാക്കി എടുക്കണം. അതിനു മുമ്പായി കയ്യിലൊരല്പം നെയ്യ് പുരട്ടി കൊടുക്കണം. ഇനി എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ചൂട് മൊത്തമായി ആറിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്നാൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.